Hello. Good morning. Hello. Good morning. Okay. എല്ലാവരും ഉണ്ടോ? ഹലോ, ഉഷാരയും ജാസ്മിനും പിന്നെന്താ ഷാരോൺ അല്ലേ? മൂന്നുപേരും പ്രസന്റ് ആയോ? ഹലോ, നമുക്ക് ക്ലാസ് എടുത്ത് തുടങ്ങിയാലോ? എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്? വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ എടുത്ത ക്ലാസ് എങ്ങനെ വായിച്ചിട്ട് മനസ്സിലായോ? Yes, teacher. നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻ. അധികം സമയം അവര് കുറച്ച് നാളായി ഇതും പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ക്ലാസ് നന്നായിട്ട് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തോട്ടെ എന്നാണ് പറഞ്ഞേക്കണേ. നമുക്ക് ക്ലാസ് തുടങ്ങാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താ പറയാ, ഇന്റർവ്യൂവിനെ കുറിച്ചിട്ടാണ് അല്ലെ? ഇന്റർവ്യൂ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഒരു മിനിറ്റ് കേട്ടോ. ഹലോ, പറയാം. അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? അപ്പൊ നമ്മൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ അത് എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങി വെച്ചത് അല്ലെ? ഇന്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞു. അവസാനം നമ്മൾ പറഞ്ഞു എന്താ, ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു മാക്സിമം എല്ലാവരിൽ നിന്നും ഇൻഫോർമേഷൻ, അത് കാൻഡിഡേറ്റിൽ നിന്ന് കുറെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഏറ്റവും സൂട്ടബിൾ ആയ പേഴ്സൺ ഏതാണെന്ന് എംപ്ലോയർ തീരുമാനിച്ചിട്ട് നമ്മളെ അപ്പോയിന്റ്മെന്റിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് അല്ലെ? അതിന് മുമ്പ് കുറെ സെലക്ഷൻ പ്രൊസീജിയർ, റിക്രൂട്ട്മെന്റ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കടന്നിട്ടാണ് ഇന്റർവ്യൂ വരെ എത്തിയത്. ഇനി ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ആണ് നമുക്ക് അടുത്തതിൽ പറയുന്നത്. ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് തന്നെ പലതരത്തിലാണ് നടത്തുന്നത്. സാധാരണ ഒരു എന്താ പറയാ, നമ്മള് ചിലപ്പോ നമ്മൾ തന്നെ ഇന്റർവ്യൂവിൽ പോയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ നേരിട്ടൊരു പാനലിൽ ചെന്നുകൊണ്ട് ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മളത് ഉത്തരങ്ങൾ അത് നമ്മളുടെ ആൻസറിങ് ഒക്കെ കേട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പോ അല്ലാതെ മറ്റൊരു തരത്തിൽ ചിലപ്പോ ആണെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ടാസ്ക് ഒക്കെ തന്നിട്ട് അത് എത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര ടൈമിനുള്ളിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് എംപ്ലോയർ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ഏത് തരത്തിലാണ് ഇന്റർവ്യൂകളൊക്കെ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ്. Patterned or a structured interview. Such interviews are also called standardized interviews because they are pre-planned to a high degree of accuracy and precision. അതായത് ഇത് ഒരു തരത്തിൽ ആ ഹെഡിങ് നോക്കുക. പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, അതായത് നമ്മൾ നേരത്തെ കൂട്ടി അവര് ആ ഇന്റർവ്യൂവറെ നേരത്തെ കൂട്ടി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും ഇന്ന രീതിയിൽ ഇന്റർവ്യൂ നടത്തണം എന്നുള്ളത്. അതായത് അവരുടെ കമ്പനിക്ക് അല്ലെങ്കിൽ അവരുടെ ഫേമിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുക, നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുക, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, എന്തെങ്കിലും അങ്ങനത്തെ ഒരു നേരത്തെ ഒരു സ്ട്രക്ചേർഡ് അവർക്ക് പ്ലാൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇത് ഇത്ര ഇതിനുള്ളിലുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് എന്നുള്ള ഒരു വെൽ പ്ലാൻഡ് ആ എംപ്ലോയറുടെ കയ്യിൽ ഉണ്ടായിരിക്കും. Such interviews are also called standardized interview. അതിനെ പറയുന്ന വേറൊരു പേര് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ഇന്റർവ്യൂ എന്നാണ്. അതായത് പാറ്റേൺഡെന്നോ സ്ട്രക്ചേർഡെന്നോ സ്റ്റാൻഡർഡൈസ്ഡെന്നോ സെയിം മീനിങ്ങിലാണ് ഈ ഇന്റർവ്യൂവിന് പറയുന്ന പേര്. ബിക്കോസ് ദേ ആർ പ്രീ പ്ലാൻഡ്. ഇത് മൂന്നും എന്താണ്? പ്രീ പ്ലാൻ ചെയ്ത് വെക്കുന്നതാണ്, നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുന്നത്. ടു ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. രണ്ടും ആക്യുറസി എന്ന് പറഞ്ഞാൽ കൃത്യമായി, അത് തന്നെ ആ സെയിം മീനിങ് തന്നെയാണ് പ്രിസിഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അത് നേരത്തെ കൂട്ടി കൃത്യമായി ഒരു പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ട് ഇന്റർവ്യൂ നടത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഓർ സ്റ്റാൻഡർഡൈസ്ഡ് ഇന്റർവ്യൂ. ഓക്കെ അല്ലേ? ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഹലോ Teacher. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. Non-directive free interview. Non-directive free interview എന്ന് വെച്ചാൽ എന്താന്ന് നോക്കാം. It does not have a structure and is relatively non-planned as to format. ഇത് സ്ട്രക്ചേർഡ് അല്ല, ഒരു ഫോമാറ്റ് ഒന്നും അവർ കീപ്പ് ചെയ്യുന്നില്ല. ഇങ്ങനെ എന്താ പറയാ, ഫില്ലപ്പ് ചെയ്യുക,
ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ നേരത്തെ കൂടി പ്ലാൻ ചെയ്ത് പ്രിന്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ഫോം ഒന്നും നമുക്ക് തരില്ല. ഇത് നോൺ പ്ലാൻഡ് ആണ്. ഇൻ സച്ച് ആൻ ഇന്റർവ്യൂ ദ ആപ്ലിക്കന്റ് ഈസ് ആസ്ക്ഡ് സം വെരി ജനറൽ ക്വസ്റ്റ്യൻസ്. നമ്മളോട് ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ അടുത്തുള്ള എന്തെങ്കിലും ട്രാജഡികളോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന എന്തെങ്കിലും എക്സ്പെരിമെന്റുകളോ അങ്ങനെ എന്തെങ്കിലും അവര് ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻഡ് ഹി മേ റിപ്ലൈ ടു ദീസ് ഇൻ എനി വേ ഹി ലൈക്സ് ടു ഫോർ എ കൺസിഡറബിൾ ലെങ്ത് ഓഫ് ടൈം. ഇനി ആ ചോദിക്കുന്ന ആ മൊമെന്റിൽ ചോദിക്കുന്ന ആ പോയിന്റിന് നമ്മൾ കൊടുക്കുന്ന, അതായത് ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന കാൻഡിഡേറ്റ്സ് കൊടുക്കുന്ന ആൻസർ അത് ഇത്രയും ടൈമിനുള്ളിൽ കൃത്യമായ ആൻസർ തരുന്നുണ്ടോ എന്ന് വാല്യുവേറ്റ് ചെയ്യും. നമ്മളെല്ലാവരും എന്തായാലും ഒരു ജോബിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നല്ല ശ്രദ്ധയോടും കൂടി മനസ്സിലാക്കാം. നമ്മുടെ മൈൻഡിൽ ഇതൊക്കെ കീപ്പ് ചെയ്ത് വെക്കാം. ഒരു ജോലി എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഇന്റർവ്യൂസ് ഒക്കെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരിക. ചിലപ്പോ പ്ലാൻഡ് ആയിരിക്കാം, ചിലപ്പോ പ്ലാൻ അല്ലായിരിക്കാം. പക്ഷെ അവിടെ അവര് വാല്യൂ ചെയ്യുന്നത് ഇന്ന നിശ്ചിത ടൈമിനുള്ളിൽ നമ്മൾക്ക് അവർ ചോദിച്ച ക്വസ്റ്റ്യന് ആൻസർ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മൾ അത്രയും ഏബിൾ ആണോ എന്ന് അവര് കണ്ടെത്തുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഇന്റർവ്യൂവിനെ പറയുന്നതാണ് നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു, പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ദെൻ നെക്സ്റ്റ് നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ. ഇനി നെക്സ്റ്റ് ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ. എന്താ പറയുന്നത്? അടുത്തത് പറയുന്നതാണ് ഡെപ്ത് ഓർ ആക്ഷൻ. ഈ വേർഡുകൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും അങ്ങനെ യൂസ് കുറെ വേർഡുകളൊന്നും, എല്ലാം ഇന്റർവ്യൂ ആണെന്ന് നമുക്കറിയാം. കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ക്ലാരിഫൈ ചെയ്യാനും പറ്റും. പക്ഷെ കുറച്ച് വേർഡുകൾ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കാം. ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു എന്താ പറയുക മോക്ക് ടെസ്റ്റ് പോലെ വൺ വേർഡ് ടെസ്റ്റുകളാണല്ലോ. അപ്പൊ എവിടെ നിന്നാണ് ചോദിക്കാന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ വേർഡുകൾ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് അണ്ടർലൈൻ ചെയ്യുകയോ ഒന്ന് ശ്രദ്ധിച്ച് അറിയപ്പെടും. ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ ഇത് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് സെമി സ്ട്രക്ചേർഡ് ഇൻ നേച്ചർ ആൻഡ് യൂസസ്. അതായത് ഒരു സെമി സ്ട്രക്ചേർഡ് ആണ്. നേരത്തെ കൂട്ടി ചെറിയൊരു പ്ലാൻ ഒക്കെ ഉണ്ട്, എന്നാൽ വെൽ പ്ലാൻഡ് ഒന്നല്ല. ടിപ്പിക്കൽ സബ്ജക്ട് ഡിസ്കസ് അറ്റ് സച്ച് ഇന്റർവ്യൂസ് കൺസിസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഹോം ലൈഫ്, എഡ്യൂക്കേഷൻ, പ്രീവിയസ് എക്സ്പീരിയൻസ്, ആറ്റിറ്റ്യൂഡ്, എന്റർടൈനിങ് ഇൻട്രസ്റ്റ് ആൻഡ് ഹോബീസ്. അതായത് നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ ഹോം ലൈഫ്, നമ്മുടേതായ ജീവിത കാര്യങ്ങളെല്ലാം, അത് നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ എക്സ്പെരിമെന്റ്, നമ്മുടെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നമ്മുടെ എന്റർടൈൻമെന്റ്. നമ്മളിപ്പോ എന്തിനാ കൂടുതൽ എന്റർടൈൻമെന്റ് ഒക്കെ ഉള്ളത്? ടീച്ചിങ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക ഡ്രോയിങ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടിയും നല്ല പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു മറ്റുള്ളവരോട് നന്നായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ക്യാരക്ടർ ഉണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്നും അവർ ചോദിച്ച് ക്യാച്ച് ചെയ്യും. അതാണ് പറയുന്നത് ഡിസ്കസ്ഡ്. നമ്മളെ കൊണ്ട് അവരെ ഡിസ്കഷൻ നടത്തുകയാണ്. ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവിടെ എന്താണ് നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അവരെ ചോദിച്ചറിയും. അതിൽ നിന്നും എന്താ പറയുന്നത് അവർക്ക് പറ്റിയ ഒരു പേഴ്സൺ ആണോ എന്ന്, അല്ലെങ്കിൽ അവരുടെ ഫേമിന് അല്ലെങ്കിൽ അവരുടെ കമ്പനിക്ക് പറ്റിയ ഒരു പേഴ്സൺ ആണോ എന്ന് തിരഞ്ഞെടുക്കും. അതാണ് പറയുന്നത് കാൻഡിഡേറ്റ്സ് ഹോം ലൈഫ്, എഡ്യൂക്കേഷൻ, പ്രീവിയസ് എക്സ്പീരിയൻസ്. നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ, നമ്മൾ എന്തൊക്കെയാണ് ഇത്രയും ടൈമിനുള്ളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു, നമ്മൾ ആക്റ്റീവ് പേഴ്സൺ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ചോദിച്ചറിയും. നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ്, ഹോബീസ് എന്താണ്, ശീലങ്ങളൊക്കെ എന്താണ് എന്നെല്ലാം അവര് ചോദിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് ഡിസിഷൻ എടുക്കുന്നതാണ്. ഈ പേഴ്സൺ നമ്മുടെ ജോലിക്ക് പറ്റിയതാണോ എന്ന് ഡിസിഷൻ എടുക്കും. നെക്സ്റ്റ് ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ. അടുത്തെന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് തിരിച്ചിട്ട് ഒരു എന്താ പറയുന്ന ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് പേഴ്സൺസ്, കുറച്ച് ആൾക്കാർ അതിലുണ്ടാവും അറിയാം. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ഗ്രൂപ്പ്സ് റാദർ ദാൻ ഇൻഡിവിജ്വൽസ് ആർ ഇന്റർവ്യൂ. അതായത് ഈ ഇന്റർവ്യൂവില് ഒരു പേഴ്സണിൽ നിന്നാണ് അവർക്ക് അറിവ് സമ്പാദിക്കേണ്ടത്, ഓരോ വ്യക്തിയിൽ നിന്നാണ് അവർക്ക് അറിവ് സമ്പാദിക്കേണ്ടത്. പക്ഷെ ഗ്രൂപ്പായിട്ടുള്ള ഡിസ്കഷൻ ആണ് അവരെടുക്കുക. അപ്പൊ നമുക്കറിയാം ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ വരുമ്പോൾ ചിലരൊക്കെ ഭയങ്കര സൈലന്റ് ആയിരിക്കും, ചിലരൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ അതിൽ നിന്നും അവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഈ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്ന വ്യക്തിയാണ്. ചിലർ കുറെ എന്താ പറയാ, നമുക്കറിയാം ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഒന്നും കൃത്യമായിട്ടൊരു ഇതിലേക്ക് എത്തുന്ന വിധത്തിലായിരിക്കില്ല. ചിലർ ഭയങ്കര സൈലന്റ് ആയിരിക്കും, പക്ഷെ പറയുന്ന ചില കാര്യങ്ങളെല്ലാം വളരെ കൃത്യവും വ്യക്തവുമായിരിക്കും. അപ്പൊ അങ്ങനെ ആ ഡിസ്കഷൻ ടൈമില് അവര് ഓരോ ഇന്റലിജൻസിനെ നോട്ട് ചെയ്യും, അതിൽ നിന്നും പേഴ്സണെ തിരഞ്ഞെടുക്കും.
അതാണ് ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ. പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മിക്കവാറും ചിലരൊക്കെ അഭിമുഖീകരിച്ചുള്ള ഒരു കാര്യം തന്നെയാണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ എ കാൻഡിഡേറ്റ് ഈസ് ഇന്റർവ്യൂഡ് ബൈ എ നമ്പർ ഓഫ് ഇന്റർവ്യൂവേഴ്സ്. അതായത് ഇന്റർവ്യൂവേഴ്സ് കൂടുതലായിരിക്കും, ക്വസ്റ്റ്യൻ ചെയ്യുന്ന വ്യക്തികളെല്ലാം കൂടുതലായിരിക്കും. അവര് പല പല സ്ഥലത്തു നിന്നായിരിക്കും നമ്മളോട് ചോദ്യം ചോദിക്കുക അല്ലെ. നമ്മൾ ഇന്റർവ്യൂവിന് ചെയ്യുമ്പോൾ നമുക്ക് പല 3-4-5 പേരുണ്ടാവും. അവര് ചിലപ്പോൾ ആണെങ്കിൽ ഒരാൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ റിപ്ലൈ മറ്റേ ആൾ നോട്ട് ചെയ്യും, അല്ലെങ്കിൽ മറ്റേ ആൾ ചോദിക്കുന്ന റിപ്ലൈ അടുത്ത ആൾ നോട്ട് ചെയ്യും. നമ്മൾക്ക് പല ക്വസ്റ്റ്യനും കേൾക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് അവർക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റബിൾ ആയ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് അവരത് ശ്രദ്ധിക്കും. അങ്ങനെ മറ്റെല്ലാവർക്കും കൂടിയും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ അവര് എന്ത് ചെയ്യും, അഡോപ്റ്റ് ചെയ്യും. അതായത് ആ ഒരു ഫേമിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ഇന്റർവ്യൂ ആണ് എന്താ പറയുന്നത്, പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. The next stress interview in the stress interview. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു സ്ട്രെസ് എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു ബുദ്ധിമുട്ട്, നമ്മളിൽ എന്തോ ഒരു പ്രത്യേക എന്താ പറയാ, നമുക്ക് എന്താ എടുത്തു തീർക്കാൻ പറ്റാത്ത എന്തോ ഒരു സംഭവം നമ്മളെ നിക്ഷേപിച്ചിട്ട് the interviewer undertakes an unfriendly role towards the applicant. നമ്മളിൽ എന്തെങ്കിലും അവര് സ്ട്രെസ് തന്നിട്ട് അതിൽ നിന്നും ഒരു റോളാണ് അവർ ചെയ്യുന്നത്. ഇന്റർവ്യൂവർ അണ്ടർടേക്കാൻ അൺഫ്രണ്ട്ലി റോള്, അവര് അതിനോട് അധികം സമീപനം ചെയ്യില്ല. നമുക്കൊരു എന്താ പറയുന്ന ഒരു ടാസ്ക് തന്നു കഴിഞ്ഞാൽ എന്താ പറയാ, നമുക്കത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കുമല്ലോ നമുക്ക് പറഞ്ഞു തരുന്നത്, മനസ്സിലാവുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോൾ പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾ ആ മനസ്സിലാവുന്ന രീതി അല്ലെങ്കിൽ കൂടി നമ്മൾ അതിനെ എത്രത്തോളം കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് താഴേക്ക് വരുന്നുണ്ട്. ഡെലിബറേറ്റ്ലി പുൾസ് ഹിം ഓൺ ദ ഡിഫെൻസീവ് ബൈ ട്രൈയിങ് ടു അനോൺ. അതായത് നമ്മുടെ പ്രതിരോധം, നമ്മൾ അതിനെ എത്രത്തോളമാണ് പ്രതിരോധിക്കുന്നത്, നമുക്ക് തരുന്ന ആ ഒരു എന്താ പറയുന്ന ഒരു ബുദ്ധിമുട്ടിനെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ അനോണെ എംപ്രസ് ഓർ ഫ്രസ്ട്രേറ്റ് ഹിം. അതായത് അതിൽ നിന്നെല്ലാം അവര് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഓരോരോ വേർഡുകളുണ്ട്. ആ വേർഡുകളുടെ മീനിങ് നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചോളൂ. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് അനോണി, ഇതിന്റെ എല്ലാം ഒരേ മീനിങ് തന്നെയാണ്. ശല്യപ്പെടുത്തുക, അല്ലെങ്കിൽ ലജ്ജിപ്പിക്കുക, അല്ലെങ്കിൽ നിരാശപ്പെടുത്തുക. ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വേർഡ്സ് ഒന്നും അല്ല അത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, അതിൽ പറയുന്ന വേർഡിന്റെ നെയിം എന്ന് പറയുന്നത്, മീനിങ് എന്ന് പറയുന്നത് അനോണി, ശല്യപ്പെടുത്തുക. എംപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ലജ്ജിപ്പിക്കുക. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കും, പക്ഷെ നമ്മളെ കൊണ്ട് അത് ചോദിച്ച് പറയിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കും. അതിനെ ഫ്രസ്ട്രേറ്റ്, നിരാശപ്പെടുത്തുക. നമ്മളെ കൊണ്ട് ഇനി നമുക്ക് നമ്മൾ ചിലപ്പോൾ നന്നായിട്ട് അത് ചെയ്തു പോയിട്ടുണ്ടാവും. ഒരു ചെറിയ നമ്മളൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ട് അത് വലിയ കുഴപ്പമില്ലാതെ നമ്മളൊരു കണക്കിന് അവർ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവര് പറയും നിങ്ങൾ ഇത് എന്താ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, നമ്മളെ കൊണ്ട് നിരാശ, നമ്മൾ ഡിസപ്പോയിന്റഡ് ആവും അതൊക്കെ കേൾക്കുമ്പോൾ. അങ്ങനെയൊക്കെ അവര് ഒരു ആക്ട് നമ്മളിൽ അഡോപ്റ്റ് ചെയ്യും. ദിസ് ഈസ് ഡൺ ഇൻ ഓർഡർ ഫൈൻഡ് ഔട്ട് ഹൗ എ കാൻഡിഡേറ്റ് ബിഹേവ് ഇൻ എ സ്ട്രെസ് സിറ്റുവേഷൻ, വെദർ ഹി ലോസസ് ഹിസ് ടെമ്പർ, ഗെറ്റ്സ് കൺഫ്യൂസ്ഡ് ഓർ ഫ്രൈറ്റൻഡ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ സിറ്റുവേഷൻ അവര് കൊടുത്തിട്ട് എന്താ ചെയ്യുന്നത്, ആ കാൻഡിഡേറ്റിന്റെ ബിഹേവിയർ, അവരെ പെരുമാറ്റം അവരെന്ത് ചെയ്യും, നോട്ട് ചെയ്യും. വെദർ ലോസസ് ഹിസ് ടെമ്പർ, ആ ഒരു നിരാശാഭരിതമായ കാര്യങ്ങളെല്ലാം, ആ കോപത്തിനെയൊക്കെ, നമുക്ക് ദേഷ്യത്തിനെയൊക്കെ നമുക്ക് എന്താ പറയാ കൺട്രോൾ ചെയ്യാൻ കഴിവുണ്ടോ, നമുക്ക് കൺഫ്യൂഷൻ വന്നു കഴിയുമ്പോൾ നമ്മളത് ഇട്ടെറിഞ്ഞിട്ട് പോവുകയാണോ, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തെങ്കിലും ചെയ്ത് വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് എന്തെങ്കിലും അവരുടെ പുറകെ നടന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുന്നുണ്ടോ, അങ്ങനെ നമ്മൾ, അല്ലെങ്കിൽ അത് പേടി തോന്നുന്നുണ്ടോ, നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പേടി വന്ന് നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പറ്റീഷൻ മൈൻഡ് അവര് തരികയാണ്. നമുക്കൊരു ഒരു എന്താ പറയുക, അതിനെ അതിജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഡിഫെൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ട് നമ്മളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതെല്ലാ കേസിനും ഉണ്ടാവില്ല കേട്ടോ. ചില ഫീൽഡുകളിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇത് എന്താ പറയാ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്ന് നമ്മൾ ഓർത്തിരിക്കുക. അതപ്പോ ഇന്റർവ്യൂ പലതരത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഹലോ, മനസ്സിലായി. പലതരത്തിലുള്ള നമ്മളാണെങ്കിലും. ഓക്കെ, ജാസ്മിൻ എന്തോ പറയാമെന്ന് തോന്നുന്നു.
മനസ്സിലായത് തന്നെയാണോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ ഞാൻ ഇത് വീണ്ടും പറയേണ്ടതില്ല, കാരണം നിങ്ങൾക്ക് ഇത്തിരിയും കൂടി കൂടുതൽ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ്, നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും താഴേക്ക് പോവുകയാണ്. പക്ഷെ ഒന്നുകൂടി ഞാൻ ഇതിന്റെ ഹെഡിങ് പറയാം, അപ്പൊ തന്നെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളൂ. പാർട്ടിയുടെ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ അത് പ്ലാൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വലിയ പ്ലാനൊന്നും ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ട് ആ ടൈം എങ്ങനെ സേവ് ചെയ്യുന്നു ഓർത്തിട്ടാണ്. ദെൻ ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു, അത് ഒരു കൂടുതലായിട്ട് നമ്മളുടേതായ കാര്യങ്ങൾ ചെയ്യുന്നത്, അതായത് കാൻഡിഡേറ്റിന്റെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ ഫേമിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നൊക്കെ ഓർത്തിട്ടാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ നമുക്ക് സാധാരണ സംഭവിക്കുന്നതാണ്, നമ്മളിപ്പോ പഠിക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം ഇത് സംഭവിക്കുന്നതാണ്. അതിൽ നിന്ന് ബെറ്റർ പേഴ്സണെ തിരഞ്ഞെടുക്കുന്നത്. ദെൻ പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ വ്യക്തി ഇന്റർവ്യൂവേഴ്സ് ഉണ്ടാവും, അവര് വ്യത്യസ്ത ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് സ്ട്രെസ് കൊടുത്തു. ഇപ്പോഴത്തെ ഒരു പുതിയ പാറ്റേൺ ആണ് കൂടുതൽ സ്ട്രെസ്. മിക്കവാറും നമ്മൾ പറയും IT മേഖലകളിലൊക്കെ കൂടുതൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്ര ടൈമിനുള്ള ഇത്രയും ടാർജറ്റ് അങ്ങനെയൊക്കെയാണ് ആ ഫീൽഡിലൊക്കെ കേട്ടേക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അത്രയും ഇതില്ലെങ്കിൽ കൂടി നമ്മൾ പൊതുവേ കേൾക്കുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് കൂടുതൽ കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന പേഴ്സൺസ്. അപ്പോ അതെല്ലാം അഭിമുഖീകരിക്കണം. നമ്മുടെ കയ്യിലുള്ള ശരിക്കും പറഞ്ഞ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ചില ഇന്റർവ്യൂസിന് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് നമുക്ക് മനസ്സിൽ ഉറപ്പിക്കണം. അതെല്ലാം എന്ത് ജോലിക്കാണെങ്കിലും സ്റ്റാർട്ടിങ് ഒരു ട്രബിൾ ഉണ്ടാവുള്ളൂ, നമ്മളൊക്കെ ഫോളോ ചെയ്ത് പോകും. അതൊരു കോൺഫിഡൻസോട് കൂടി നമ്മൾ മുന്നോട്ട് പോകണം. എന്തിനാണെങ്കിലും സ്റ്റാർട്ടിങ് ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഏത് തൊഴിലിനാണെങ്കിലും. അപ്പൊ ഈ ഇന്റർവ്യൂ ഫേസ് ചെയ്യുമ്പോഴും നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഒരു പ്രോബ്ലംസ് ഉണ്ടാവും. അത് നമ്മൾ കരകയച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടും എന്നുള്ള ഒരു മൈൻഡ് നമ്മളെപ്പോഴും കോൺഫിഡൻസ് കീപ്പ് ചെയ്ത് പോകണം. നെക്സ്റ്റ് അപ്പോ അടുത്ത ഭാഗത്തിലേക്ക് പോകാം, പ്രൊമോഷൻ. ഇതൊക്കെ നമുക്ക് അറിയാം, ഒരു ജോലി കിട്ടി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക കാര്യങ്ങളൊക്കെയാണ് പ്രൊമോഷൻ എന്നുള്ളത്. ഇന്റർവ്യൂ അപ്പൊ നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വരെയാണ്. അതായത് ആദ്യം മുതലേ തുടങ്ങി നമ്മൾ പറയുന്നത് റിക്രൂട്ട്മെന്റ്, സെലക്ഷന്, ഇന്റർവ്യൂസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പൊ അതെന്താ ഇതെല്ലാം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. നമ്മളിപ്പോ ഒരു തൊഴിൽ കയറി കഴിഞ്ഞാൽ ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. കാരണം നമ്മുടെ തൊഴിലിൽ ഇതും ഇൻക്ലൂഡഡ് ആണ്. ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് ഒരു തൊഴിൽ കിട്ടി അത് മാത്രം ആയി എന്നുള്ളതല്ല. ഇതിൽ ഈ ഇനിയുള്ള നമ്മുടെ തൊഴിലിനോടൊപ്പം ഇതെല്ലാം കൂടി ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിട്ട് വേണം ആ തൊഴിൽ മുന്നോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ അടുത്ത് നോക്കാം, പ്രൊമോഷൻ. പ്രൊമോഷൻ മീൻസ് ദ ട്രാൻസ്ഫർ ഓഫ് ആൻ എംപ്ലോയി ടു എ ജോബ് which pays more money or one that carries some preferred status. The normal policy is to take merit into consideration, sometimes length of service, education, training course, completed previous work history, etc. are factors which are given weight while deciding on promotion. Promotion നമുക്കറിയാം, ചില ഫീൽഡിൽ നമ്മൾ കുറച്ച് നാള് ആ പീരിയഡ് ഓഫ് ടൈമിനുള്ളിൽ നമ്മൾ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പ്രൊമോഷൻ കിട്ടും, അല്ലെ? നമ്മളുടെ നന്നായിട്ടുള്ള സേവനമാണ് നമ്മൾ അവിടെ കാഴ്ചവെക്കണമെങ്കിലും എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടും. അതേമാതിരി തന്നെ ഇത്രയും ടൈം ഡ്യൂറേഷൻ നമ്മൾ അവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ആ ഒരു പ്രൊമോഷൻ കിട്ടും. പിന്നെ എന്തെങ്കിലും ടാസ്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ട്രെയിനിങ് കോഴ്സ് ഒക്കെ ഇപ്പം നമുക്കറിയാം, ഇന്റേൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ആ ട്രെയിനിങ് കോഴ്സ് ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യത്തെ ജോലിയിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കും. ഇതെല്ലാം തന്നെയാണ് ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത്. പ്രൊമോഷൻ മീൻസ് ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയി ടു എ ജോബ് വിച്ച് പേസ് മോർ മണി. അതായത് ചിലപ്പോൾ ആദ്യമൊന്നും നമുക്ക് ട്രെയിനിങ് പീരീഡിൽ ഒന്നും കിട്ടിയില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് സാലറി നമുക്ക് കിട്ടി തുടങ്ങും. അങ്ങനെ അതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ക്യാരീസ് സം പ്രിഫേർഡ് സ്റ്റാറ്റസ്. അതേമാതിരി തന്നെ നമ്മൾ കയറുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ലേബലിൽ വ്യത്യാസം വരും. Then the normal policy is to take merit into consideration. ഇപ്പൊ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കേട്ടാം. അതേപോലെ തന്നെ സംടൈംസ് ലെങ്ത് ഓഫ് സർവീസ്, ഇത്ര സമയം ഇത്ര നാൾ നമ്മൾ വർക്ക് ചെയ്തതിന്റെ ബേസിൽ കേട്ടാം. എഡ്യൂക്കേഷൻ നമ്മുടെ ക്വാളിഫിക്കേഷന്റെ ബേസിൽ നമുക്ക് പ്രൊമോഷൻ കേട്ടാം. ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നെക്സ്റ്റ് പ്രീവിയസ് വർക്ക് ഹിസ്റ്ററി എക്സെട്ര. പ്രീവിയസ് നേരത്തെ ഇത്രയും വർക്കുകളൊക്കെ ചെയ്ത വ്യക്തിയാണെന്ന് കൺസിഡർ ചെയ്യുമ്പോൾ അതിനനുസരിച്ചും പ്രൊമോഷൻ നമ്മുടെ ഇപ്പോഴത്തെ ഡ്യൂട്ടിയും നേരത്തെ ആ പ്രീവിയസ് ഹിസ്റ്ററിയും കൂടി വെച്ചിട്ട് പ്രൊമോഷൻ കിട്ടാം. വിച്ച് ആർ ഗിവൺ വെയിറ്റ് വൈൽ ഡിസൈഡിങ് ഓൺ എ പ്രൊമോഷൻ. ഇതെല്ലാമാണ് ശരിക്കും പ്രൊമോഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ അല്ലേ? പ്രൊമോഷൻ ഓക്കെ അല്ലേ? 'Okay, teacher'. ഓക്കെ. നെക്സ്റ്റ് ഡിമോഷൻ.
ഇതെല്ലാം ഈ വേർഡുകളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാനാണ്. ഇതെല്ലാം ഇതില് പഠിച്ചു പോകുമ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കുക എന്നുള്ളത് മസ്റ്റ് ആണ്. അതുകൊണ്ടാണ് അടുത്ത ഓരോ ഭാഗങ്ങളായിട്ട് പറയുന്നത്. ദെൻ ഡിമോഷൻ എന്ന് പറയുന്നത്, ഡിമോഷൻ മീൻസ് ദ ലോവറിംഗ് ഡൗൺ ഓഫ് ദ സ്റ്റാറ്റസ്, സാലറി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ എംപ്ലോയി. ഡിമോഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്ക് കേൾക്കാം. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ കയറ്റുക എന്നുള്ളതാണെങ്കിൽ, ഡിമോഷൻ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്, താഴ്ത്തുക. നമ്മളുടെ ആ പൊസിഷനിൽ നിന്ന് താഴ്ത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. നോക്കുക അതെന്താ കാരണം കൊണ്ട്. നമ്മുടെ ശരിക്കും ചിലപ്പോൾ സ്റ്റാറ്റസ് ആയിരിക്കും, നമ്മൾ ഇന്ന ജോലി പൊസിഷനുള്ള ജോലിയിൽ നിന്ന് ചിലപ്പോൾ ഇച്ചിരി കൂടി പൊസിഷൻ കുറഞ്ഞ ജോലിയിലേക്ക് എത്തിക്കും. ആൻഡ് സാലറി റെസ്പോൺസ്, ചിലപ്പോൾ സാലറി ആയിരിക്കും കട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ എംപ്ലോയി, ചിലപ്പോൾ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കി ചിലപ്പോൾ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് താഴ്ത്തും. ഇതെല്ലാം എന്തിനെ പറയുന്ന വേറെ ഒന്നിച്ച് പറയുന്ന പേരാണ് എന്ത്? ഡിമോഷൻ. ഡിമോഷൻ സെർവ് എ യൂസ്ഫുൾ പർപ്പസ് ഇൻ ദ sense that they keep the employees vigilant and alive to their responsibilities and duties. അതായത് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നാം ഡ്യൂട്ടി ചെയ്യുന്ന ഏതൊരു പേഴ്സണും എന്തായിരിക്കും? വിജിലന്റ് ആയിരിക്കും. അതായത് ജാഗ്രതയോടുകൂടി ഡ്യൂട്ടി ചെയ്യണം. നമുക്ക് ചിലപ്പോൾ ഡിമോഷൻ വരാം, ചിലപ്പോൾ പ്രൊമോഷൻ വരാം. നമ്മളെപ്പോഴും എന്തിനാ ആഗ്രഹിക്കുന്നത്? പ്രൊമോഷനെ അല്ലെ. ഒരിക്കലും ഡിമോഷനെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഡിമോഷൻ വരാൻ ചാൻസ് ഉണ്ട് എങ്കിൽ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഡ്യൂട്ടിയിൽ ശരിക്കും വിജിലന്റ് ആയിരിക്കണം. വിജിലന്റ് ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാഗ്രതയുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറണം. ആൻഡ് ടു ദിയർ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ്. അപ്പൊ നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളിലും എന്താ പറയുന്ന ബാധ്യതകളിലെല്ലാം, ആ ഡ്യൂട്ടീസ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്തായിരിക്കണം? കുറച്ചും കൂടിയും ആക്റ്റീവ് ആയിരിക്കാൻ ശ്രമിക്കണം. ഓക്കെ അല്ലെ? ഡിമോഷൻ എന്ന് പറയുന്നത് പ്രൊമോഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് നമ്മളൊക്കെ താഴ്ത്താനുള്ള ചാൻസ് എന്താണെന്ന് മനസ്സിലായില്ലേ? അല്ലേ? നെക്സ്റ്റ് ടോപ്പിലേക്ക് പോവാലോ. ലോ ഷാരൂൺ ഒന്നും മിണ്ടുന്നില്ല. നെക്സ്റ്റ് ട്രാൻസ്ഫർ. A transfer is a horizontal or lateral movement of an employee from one job, a section, department or a position to another at the same or another place where his salary. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ്? ചിലപ്പോഴെങ്കിൽ ഹൊറിസോണ്ടൽ ഓർ ലാറ്ററൽ മൂവ്മെന്റ്. നമുക്ക് ചിലപ്പോ എന്താ പറയാ, ഇത് വായിച്ചെടുക്കുന്ന മനസ്സിലാവും. ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് സെക്ഷൻ, ഒരു സെക്ഷനിൽ നിന്നും മറ്റൊരു സെക്ഷനിലേക്ക് വിടുന്ന ഒരു കാര്യമാണ്. അതായത് ഡിപ്പാർട്ട്മെന്റ് ഓർ പൊസിഷൻ ടു അനദർ അറ്റ് ദ സെയിം ഓർ അനദർ പ്ലേസ് വേറെ ഹിസ് സാലറി. ചിലപ്പോ അതേ സെയിം സാലറിയൊക്കെ തന്നെയായിരിക്കും, പക്ഷെ അങ്ങടേക്ക് ട്രാൻസ്ഫർ ചെയ്തു പറയും. ചിലപ്പോ നമ്മൾ ചില സമയത്തൊക്കെ നമ്മുടെ പ്രൊമോഷനോടൊപ്പം തന്നെയായിരിക്കും ട്രാൻസ്ഫർ നടക്കുക. ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുന്നത് അത് സെയിം സാലറിയൊക്കെ തന്നെയായിരിക്കും, പക്ഷെ അവര് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചിലപ്പോൾ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പൊ അതുകൊണ്ട് പറയുന്നത് വേർ ഹിസ് സാലറി, സ്റ്റാറ്റസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആർ ദ സെയിം ആയിരിക്കും. നമ്മുടെ റെസ്പോൺസിബിലിറ്റി സെയിം ആയിരിക്കും, സ്റ്റാറ്റസ് സെയിം ആയിരിക്കും. അതായത് നമ്മൾ ഏത് ജോബാണ് ആ സ്റ്റാറ്റസ് സെയിം ആയിരിക്കും, ഉത്തരവാദിത്തങ്ങളൊക്കെ സെയിം ആയിരിക്കും. പക്ഷെ നമ്മളൊരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് അവരുടെ ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ ചേഞ്ച് ചെയ്തു വരും അല്ലെ. നമ്മളിപ്പോ ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ പൊസിഷനൊക്കെ സെയിം ആണ്, പക്ഷെ നമ്മൾ എന്താ പറയുക, വേറെ വേണമെങ്കിൽ നെഫ്രോളജിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് വരും. അതിനൊക്കെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇത് ജനറലി ഡസ് നോട്ട് കൺസിസ്റ്റ് ഓഫ് എ പ്രൊമോഷൻ, ഡിമോഷൻ ഓർ എ ചേഞ്ച് ഇൻ ജോബ് സ്റ്റാറ്റസ് അതർ ദാൻ മൂവ്മെന്റ് ഫ്രം വൺ ജോബ് ഓർ പ്ലേസ് ടു അനദർ. ഇത് എന്തുകൊണ്ടും നമുക്ക് ഉദ്ദേശിക്കാം. ചിലപ്പോഴെങ്കിൽ ഒരു പ്രൊമോഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം, അല്ലെങ്കിൽ ഡിമോഷൻ ചിലപ്പോൾ നമ്മളെ താഴ്ത്തുന്നതായിട്ട് നമുക്ക് കരുതാം. അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക മൂവ്മെന്റ്, നമുക്ക് ആ പ്ലേസും ആ അറ്റാച്ച്മെന്റും കൂടുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ജോലി ട്രാൻസ്ഫർ തന്നു വരാം. ട്രാൻസ്ഫർ ആർ ജനറലി അഫക്റ്റഡ് ടു ബിൽഡ് അപ്പ് എ മോർ സാറ്റിസ്ഫാക്ടറി വർക്ക് ടീം. മിക്കവാറും ഈ ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നത് എന്താ പറയാ, നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ടറി ആവാൻ വേണ്ടിയിട്ട്, നമുക്ക് സംതൃപ്തിയോടുകൂടി ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ചിലപ്പോ നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റ് മാറി മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറുമ്പോഴായിരിക്കും നമുക്ക് അതൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. ചിലടത്ത് കണ്ടിട്ടില്ലേ, സെയിം സാലറി ആണെങ്കിലും അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ, എല്ലാവരോടുമുള്ള ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കും. ചിലപ്പോൾ നമുക്ക് അവിടെ നിന്ന് മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ ബാക്കി സംഭവങ്ങളെല്ലാം സെയിം ആയിരിക്കും. അതാണ് പറയുന്നത് ഇറ്റ്സ് അഫക്റ്റഡ് ടു ബിൽഡ് അപ്പ് മോർ സാറ്റിസ്ഫാക്ടറി വർക്ക് ടീം. ചിലപ്പോ നമുക്ക് കൂടുതൽ സംതൃപ്തിയോട് കൂടിയിട്ട് ജോലി ചെയ്യാനായിട്ട് അതുകൊണ്ട് സാധിക്കും. ഓക്കെ, ട്രാൻസ്ഫർ അതും മനസ്സിലായല്ലോ.
The next separations. Okay. After the separation. Separations means a termination of a service of agreement with the organization for some reasons. The employee may be separated from the payroll of an organization because of. അതായത് നമ്മള് വിട്ടുപോവുക എന്ന് പറയുന്നത് സെപ്പറേഷൻ എന്ന് പറയുന്നത് പിരിഞ്ഞു പോവുക. സെപ്പറേറ്റ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു സാധനത്തിൽ സെപ്പറേറ്റ് ആയി പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടുപോയി അല്ലെങ്കിൽ പിരിഞ്ഞുപോയി. The separation means a termination of a service of agreement with the organization for some reasons. ചിലപ്പോ ഈ എഗ്രിമെന്റ് നമ്മൾ എന്താ പറയാ ടെർമിനേറ്റ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ പോകാറുണ്ട്. അതെന്താന്ന് നോക്കാം. The employee may be separated from a payroll of an organization because of താഴെയാണ് അതിന്റെ റീസൺസ് ഒക്കെ പറയുന്നത്. ചില കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ പോവാനായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പോവാനായിട്ട് ഈ എഗ്രിമെന്റ് നിർത്തി പോവാനൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ പറയുകയാണ്. Resignation may be put in voluntarily by the employee on account of a health, physical disability, better opportunities elsewhere, reason of a marriage, etc. താഴെയുള്ള ഇത് വേർഡ്സ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളുടെ ശാരീരികമായ ഫിസിക്കൽ ഡിസബിലിറ്റിയോ ഹെൽത്ത് ആരോഗ്യപരമായ കാര്യങ്ങളോ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് മറ്റു വേറെ സ്ഥലത്തൊക്കെ നമുക്ക് നല്ല ഒരു സാധ്യതയുണ്ടെങ്കിലോ അല്ലെങ്കിൽ മാരേജ് ഇപ്പൊ മാരേജ് കഴിഞ്ഞ് നമ്മള് എന്താ പറയാ നമ്മള് ലേഡീസ് ഒക്കെ ആവുമ്പോൾ ചിലപ്പോൾ മാരേജ് കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റൻസ് ആയിരിക്കും. അടുത്ത സ്ഥലത്ത് എത്തുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് ജോലിക്ക് വരാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുന്ന സാഹചര്യം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് ആഗ്രഹിക്കും അല്ലെ, പോവാനായിട്ട് നോക്കും. അതിനാണ് റെസിഗ്നേഷൻ മേ ബി പുട്ട് വോളണ്ടിയറിന് സ്വമേധയാ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് അത്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ആരോഗ്യമായിരിക്കാം, നമ്മുടെ ഫിസിക്കൽ ഡിസബിലിറ്റി ആയിരിക്കാം, ബോധ്യമായ എന്തെങ്കിലും ഡിസബിലിറ്റി വന്നിട്ടായിരിക്കാം. ദെൻ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് എൽസ്വെയർ എന്തെങ്കിലും പുതിയ ഓപ്പർച്യൂണിറ്റീസ് വന്നതായിരിക്കാം. റിസൾട്ട്സ് ഓഫ് മാരേജ് എക്സെട്ര അങ്ങനെ എന്തും ആവാം. ചിലപ്പോൾ പിള്ളേരായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ജോലിയിൽ നിന്ന് വിട്ടുപോകും. Then discharge and dismissal. A discharge involves a permanent termination of an employee from the payroll because of a violation of rules or for insufficient performance. ഇതെന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക, ഇത് ഒരിക്കലും നമ്മുടെ വർക്കുകൾ സഫീഷ്യന്റ് അല്ലാതെ ഇൻസഫീഷ്യന്റ് ആയിട്ട് വരുമ്പോൾ, അതായത് കൃത്യമല്ലാതെ വരുമ്പോൾ എന്തെങ്കിലും വയലേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ നിന്നും എംപ്ലോയർ എന്തായാലും എംപ്ലോയിനെ പെർമനന്റ് ആയിട്ട് ടെർമിനേറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ തടഞ്ഞു നിർത്തും, നമ്മൾ ജോലി ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തും. അങ്ങനെയാണ് അതിനെ പറയുന്ന പേരാണ് ഡിസ്ചാർജ് ആൻഡ് ഡിസിപ്ലിനറി. ഡിസ്ചാർജ് ഇൻവോൾവ്സ് എ പെർമനന്റ് ടെർമിനേഷൻ ഓഫ് ആൻ എംപ്ലോയി ഫ്രം ദ പേറോൾ ബിക്കോസ് അവരെ ടെർമിനേറ്റ് ചെയ്യാൻ കാരണം എന്താ? of a violation of rules or for insufficient performance. അവരുടെ ഡ്യൂട്ടി നന്നായി പെർഫോം ചെയ്യാതിരിക്കുകയോ അല്ലെ റൂൾസ് കൃത്യമായ അവർക്ക് ആ നടപടിക്രമങ്ങളൊന്നും കൃത്യമായി ഫോളോ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇവരെ എന്താ പറയുക സെപ്പറേറ്റ് അവരെ അവിടെ നിന്ന് പറഞ്ഞുവിടുന്നത്. Then suspensions refers to an HR related action in which the employee is terminated from a work for a specific period of time, usually without pay, as a form of a disciplinary action. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് എന്താ പറയുക പേ ഡ്യൂട്ടിക്ക് നമുക്ക് എന്തായാലും എന്ത് വേണം? ഒരു ഇൻകം വേണം അല്ലെ. അതെല്ലാം എംപ്ലോയീസ് ടെർമിനേറ്റ് ഫ്രം വർക്ക് സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് തരാതെ യൂഷ്വലി വിത്തൗട്ട് പേ നമുക്ക് പേ ഒന്നും ചെയ്യാതെ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് പോകും, സെപ്പറേറ്റ് ചെയ്തിരിക്കും. നമ്മൾ കൃത്യമായി ഡ്യൂട്ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ആവശ്യമാണ്? അതിന്റെ സാലറി ആവശ്യമാണ്. അപ്പൊ അത് കിട്ടാതെ വരുമ്പോഴും ഇതിൽ നിന്ന് പോകാം. Then layoff it refers to any indefinite termination of the employee from the payroll owing to factors which cannot be controlled by employer. ചിലപ്പോൾ ഈ എംപ്ലോയർക്ക് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാതെ വരും. എംപ്ലോയർക്ക് എന്താണ് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുന്നത്? സാധാരണയായിട്ടും മിക്കവാറും നമുക്കറിയാം, മിക്ക ഡ്യൂട്ടി ഫേമിലെല്ലാം എപ്പോഴും തൊഴിലുടമ ഉണ്ടാവണമെന്നില്ല. പൊതുവെ തൊഴിലുടമ ഉണ്ടാവില്ല, നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്ന വർക്കേഴ്സ് ആണ് ഉണ്ടാവും. അങ്ങനെ വർക്കേഴ്സ് ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുക? അവര് ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഇവിടെയാണോ അത്?
എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ, കാരണം ഉള്ളവർക്ക് എന്താ പറയുന്നത് ഇത് കറക്റ്റ് ആയിട്ട് എത്തൂല, അതുകൊണ്ടാണ്. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് തന്നെയാണ്. ഓരോ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ എംപ്ലോയർ അല്ലെങ്കിൽ ഒരു ഫോമിൽ വർക്ക് ചെയ്യുമ്പോൾ എംപ്ലോയർ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തന്നത്തെ വർക്കൊക്കെ ചെയ്യും. ഒരു ഫിനാൻഷ്യലി ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതും ഈ വർക്കേഴ്സ് ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചു കാലങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോ ഈ എംപ്ലോയറിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവരെന്ത് ചെയ്യും, അവരെ പറഞ്ഞേക്കും. അതാണ് ലേ ഓഫ് റെഫേഴ്സ് ടു an indefinite termination of the employee from the payroll owing to factors which cannot be controlled by employer. The purpose of a layoff is lessen the financial burden on organization when human resources cannot be utilized in a proper time. അതേമാതിരി തന്നെ ചിലപ്പോ ഹ്യൂമൻ റിസോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തികളെ കൊണ്ട് കൃത്യമായ ജോലികളൊന്നും ചെയ്യിപ്പിക്കാതെ ഇരുന്നിട്ടുണ്ടാവും ഫാക്ടറിയിലോ ഫേമിലൊക്കെ. അതേമാതിരി തന്നെ അവര് മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഫിനാൻഷ്യലി ബർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് സാമ്പത്തികമായ ബർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട്, അതായത് ഒരു കൂടുതൽ ഫിനാൻഷ്യലി കടമൊക്കെ കയറും എന്നൊക്കെ പറയില്ലേ, ലയബിലിറ്റി ഒക്കെ വരും എന്ന് പറയില്ലേ, അങ്ങനെ ഫിനാൻഷ്യലി ബർഡൻ ആയിട്ടുണ്ടായമോ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ ഒന്നും കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവില്ല, ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തില് എംപ്ലോയർ ഇവരെ പറഞ്ഞിരിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, കിട്ടിയോ നിങ്ങൾക്ക് ഇത്? സെപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഇതില് കിട്ടിയോ? ഒരു 4 ഫാക്ട് 4 ക്ലാസിക് ഇത് വഴിയാണ് പറയുന്നത്. എന്തൊക്കെയാണ് റീസൺ എന്ന് പറയുന്നത്? ബിക്കോസ് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് 4 റീസൺ വഴിയാണ് നമ്മൾ പോകുന്നേ, അല്ലെങ്കിൽ ഈ ജോലി സ്ഥലത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നേന്ന് പറയുന്നുണ്ട്. ഈ 4 പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയോ? ഹലോ, കേട്ടിങ്ങനെ ഇരിക്കുന്ന കൊണ്ട് ബോറാവുന്നുണ്ടോ ക്ലാസ്? ഹലോ, മനസ്സിലായി പോകുന്നുണ്ടോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ സെപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു ഇതും നമ്മൾ തിരിക്കുകയാണ്. ദെൻ എംപ്ലോയീസ് ട്രെയിനിങ്. അപ്പൊ അടുത്തൊരു ഇതെന്ന് പറയുന്നത്, നിങ്ങള് സ്പീഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് കേട്ടോ ഒത്തിരി സ്പീഡിൽ പോകുന്നത്. അതായത് ഇന്റർവ്യൂ തുടങ്ങി നമ്മൾ പഠിപ്പിച്ചു, അതായത് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ എന്താന്ന് പഠിച്ചു, പ്രൊമോഷൻ പഠിച്ചു, ഡിമോഷൻ എന്താന്ന് പഠിച്ചു. അതൊക്കെ നമ്മൾ നാച്ചുറലി കേൾക്കുന്നതാണ്. പക്ഷെ മനസ്സിൽ നമ്മൾ അത്രയും കൂടെ ഉള്ളിൽ വെക്കാറുണ്ടാവില്ല ചിലപ്പോഴൊക്കെ. പക്ഷെ ഒരു ജോലി അന്വേഷിക്കുമ്പോഴും ജോലിക്ക് ആയിരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളെല്ലാമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ പിന്നെ പറയുന്നതാണ് സെപ്പറേഷൻ പറഞ്ഞു. സെപ്പറേഷന്റെ കുറച്ച് റീസൺസ് എന്താണെന്ന് കാര്യം പറഞ്ഞു. ഇനി അടുത്തതാണ് എംപ്ലോയി ട്രെയിനിങ്. നോക്കാം. ട്രെയിനിങ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് എ സീരീസ് ഓഫ് പ്രോഗ്രാംഡ് ബിഹേവിയർ. ഇത് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. അതായത് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. ലേണിംഗ് സീരീസ് ഓഫ് പ്രോഗ്രാംഡ് ബിഹേവിയർ എന്താ പറയുന്ന പെരുമാറ്റങ്ങളെല്ലാം അളക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത്. ഇറ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് എന്ന് പറയുന്നത് ശരിക്കും നോളജ്, നമ്മൾ അറിവാണ് ഇതിലൂടെ സമ്പാദിക്കുന്നത്. ഇറ്റ് മേക്സ് പീപ്പിൾ അവെയർ ഓഫ് ദ റൂൾസ് ആൻഡ് പ്രൊസീജിയർ ടു മാനേജ് ദെയർ ബിഹേവിയർ. ഇതിൽ കൂടിയാണ് കൂടുതൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള പെരുമാറ്റങ്ങളെല്ലാം പഠിക്കുന്നത്. ഇറ്റ് ട്രൈസ് ടു റിഫൈൻ ദെയർ പെർഫോമൻസ് ഓൺ ദ കറന്റ് ജോബ് ഓർ മേക്ക് ദം റെഡി ഫോർ ആൻ ഇന്റർവ്യൂ ജോബ്. ഇതിനോട് നമുക്ക് ചേർന്ന ജോലി ഏതാണെന്ന് തിരഞ്ഞെടുക്കാനും ഈ വ്യക്തിക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതിനോട് ചേർന്ന ജോലി എന്താണ്, അല്ലെങ്കിൽ ഇത് എത്രത്തോളം പെർഫോം ചെയ്യാൻ എനിക്ക് പറ്റും എന്നൊക്കെ ഉള്ള ഒരു സംഭവം നേടിയെടുക്കുന്നത് ഈ ട്രെയിനിങ്ങിലൂടെയാണ്. ദെൻ പറയണം പ്രൈമറി പർപ്പസ് ഓഫ് ട്രെയിനിങ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ടു upgrade quality, to help an organization fulfill its future personal needs. അതായത് ശരിക്കും ഈ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ട്രെയിൻ ചെയ്തിട്ട് ഇതൊക്കെയാണ് ഇവരുടെ സംഭവങ്ങൾ അല്ലെ. ഫാക്ടറി നമുക്ക് ട്രെയിനിങ് പീരീഡ് തരും. ഈ ട്രെയിനിങ് പീരീഡ് എന്തിനാ തന്നെ അതിലൂടെയാണ് നമ്മൾക്ക് എന്തൊക്കെയാണ് ആ കമ്പനിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. മിക്കവാറും ഏത് സ്ഥലത്തും കുറച്ച് നാളെങ്കിലും ഒരു ട്രെയിനിങ് തരും അല്ലെ. ആ ട്രെയിനിങ് തരാൻ കാരണം ഇതാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ നടക്കണമെന്ന് മനസ്സിലാക്കാനും, ഇത് എനിക്ക് സൂട്ടബിൾ ആണോ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പിരിഞ്ഞു പോകണോ, എന്റെ സാറ്റിസ്ഫാക്ഷൻ അതായത് കാൻഡിഡേറ്റിന് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് തിരഞ്ഞെടുക്കാനൊക്കെ ഉള്ള ഒരു സമയമാണ്
പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച്, അതായത് കമ്പനിയുടെയും ഫേമിന്റെ ഒക്കെ ഉദ്ദേശത്തില് അവർ കൂടുതൽ എപ്പോഴും ഓരോ പേഴ്സണിൽ നിന്നും ഓരോ ഹ്യൂമൻ റിസോഴ്സിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നത് കൂടുതലായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ എന്താ പറയുക ക്വാളിറ്റിയുള്ള പേഴ്സൺസ് അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള ഗുഡ്സ് അതൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഈ ട്രെയിനിങ്ങിൽ നിന്നും മനസ്സിലാവും. ടു ഹെൽപ്പ് ഓർഗനൈസേഷൻ ഫുൾഫിൽ ഇറ്റ്സ് ഫ്യൂച്ചർ പേഴ്സണൽ നീഡ്സ്, to improve organizational climate, to improve health and safety, obsolescence prevention and for personal growth. ഇതെല്ലാം എന്താണ്, എല്ലാം അവര് ഈ ട്രെയിനിങ് പീരീഡിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. ഓർഗനൈസേഷന്റെ ആ സിറ്റുവേഷൻ ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ നമുക്ക് പറ്റുമോ? ചിലപ്പോൾ കമ്പനികളിലൊക്കെ നമ്മൾ ട്രെയിനിങ് പീരീഡിൽ തന്നെ മനസ്സിലാക്കും നമ്മുടെ ആരോഗ്യത്തിന് അത് പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ട്രെയിനിങ് പീരീഡ് കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിനെ ഡിസ്കണ്ടിന്യൂ ചെയ്യും, അല്ലെ? കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കില്ല. ചിലപ്പോൾ നമ്മൾക്ക് കുഴപ്പമുണ്ടാവില്ല, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്താനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോ അതൊക്കെ അത് മാത്രമേ തന്നെ ഓർഗനൈസേഷനും മനസ്സിലാവും ഇത് ഈ ട്രെയിനിങ് പീരീഡിൽ നിന്നും ഈ വ്യക്തിയിൽ നിന്നും ഇത്തരം കാര്യങ്ങളെല്ലാം നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ എംപ്ലോയീസ് ട്രെയിനിങ് എന്ന പാരഗ്രാഫിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഇൻ എ ട്രെയിനിങ് പ്രോഗ്രാം. എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഉള്ളത് എന്നാണെന്ന് നോക്കാം. To discover or identify the training requirements, to get ready for the job, preparation of the learner, presentation of operations and knowledge. അത് വലിയ പോയിന്റുകളാണ്. അപ്പൊ നമുക്ക് ചെറിയ പോയിന്റുകൾ നോക്കാം. സ്റ്റെപ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഇൻ ട്രെയിനിങ് പ്രോഗ്രാം. ട്രെയിനിങ് പ്രോഗ്രാമിൽ തരുന്ന സ്റ്റെപ്പുകൾ എന്താണെന്ന് നോക്കിയാൽ, ടു ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ്. എന്താണ് ഈ ട്രെയിനിങ്ങിന്റെ ആവശ്യകത? റിക്വയർമെന്റ്സ്, എന്തിനാണ് ഈ ട്രെയിനിങ് തരുന്നത്? ഇത് ഇപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ മേക്കിംഗ് ആയിരിക്കും, എന്തെങ്കിലും ഉണ്ടാക്കാനായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുന്ന ചില സർവീസുകൾ പ്രദാനം ചെയ്യാനായിരിക്കും, ചില സേവനങ്ങൾ, അതായത് സേവനങ്ങളായിരിക്കും അവര് ആവശ്യപ്പെടുന്നത്. അതിൽ എന്താണ് ഇതുകൊണ്ട് വേണ്ടത്, റിക്വയർമെന്റ്സ് എന്താ ആവശ്യമാണ് ഇതിലുള്ളത് എന്ന് ആദ്യം തന്നെ ഡിസ്കവർ ചെയ്യാം, കണ്ടുപിടിക്കാം. ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ്. ഇത് എന്തിനാ ഈ ട്രെയിനിങ് തരുന്നത്? എന്ത് ചിലപ്പോൾ സർവീസ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഹ്യൂമൻ എന്താ പറയുന്ന കഴിവുകളായിരിക്കും, എബിലിറ്റി, നമ്മുടെ സ്പീഡ്, നമ്മുടെ ആ ഒരു എഫിഷ്യൻസി, നമ്മുടെ ആരോഗ്യവും ആ കാര്യക്ഷമതയൊക്കെ ആയിരിക്കും ആവശ്യം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ്. ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഏത് ജോലിയാണോ ആ ജോലിക്ക് അനുസൃതമായ ട്രെയിനിങ് ആയിരിക്കും നമുക്ക് കിട്ടുക. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ. നമുക്ക് പഠിക്കാൻ പറ്റും ഈ ടൈമിലൂടെയാണ് ഇന്ന കാര്യങ്ങൾ ചെയ്താലാണ് ഇന്ന കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇന്ന ഈ കാര്യങ്ങളൊക്കെയാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, അടുത്ത സ്റ്റെപ്പ് ഇതാണ്. ഇങ്ങനെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടൈമിങ്ങിൽ ഇന്ന സാധനങ്ങൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ഉത്പാദിപ്പിക്കാം. നമ്മൾ ഓടിപ്പോയിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ടൈമിങ്ങിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ മുമ്പിൽ ചിലപ്പം പല സ്റ്റെപ്പുകളെല്ലാം തുറന്ന് കിടപ്പുണ്ടാവും, പക്ഷെ സ്റ്റെപ്പ് ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് സ്പീഡില് അവരുദ്ദേശിക്കുന്ന എന്താ പറയുന്ന എംപ്ലോയർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതെല്ലാം ലേൺ ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട് കാൻഡിഡേറ്റ്സിന് സാധിക്കും. Presentation of operation and knowledge. നോക്കാം. The most important step in a training program is the presentation of preparation and knowledge. പ്രസന്റേഷൻ നമ്മൾ കേട്ടില്ല, മിക്കവാറും കോളേജിലാണെങ്കിലും ഇതിലാണ് പ്രസന്റേഷൻ ചെയ്യാന്ന് വെച്ചാൽ പ്രസന്റ് ചെയ്യുക. അതെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ച് അതെന്താണ് അത് പ്രസന്റ് ചെയ്യുക. അത് എങ്ങനെയാണെന്ന് പ്രസന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ട്രെയിനർ ഷുഡ് ക്ലെവർലി ടെൽ, സത്യസന്ധമായിട്ട് പറയുക, ഷോ കാണിക്കുക, ഇലിസ്ട്രേറ്റ് ചിത്രീകരിച്ച് കാണിക്കുക, ആൻഡ് ക്വസ്റ്റ്യൻ ഇൻ ഓർഡർ ടു പുട്ട് ഓവർ ദ ന്യൂ നോളജ് ആൻഡ് ഓപ്പറേഷൻ. പുതിയ സിസ്റ്റം അനുസരിച്ചുള്ള നോളജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പുതിയ പുതിയ ക്വസ്റ്റ്യൻസുകളൊക്കെ ആൻസറും നമ്മൾ അതിന്റെ ആൻസറുകളെല്ലാം കണ്ടെത്തുക എന്നുള്ളതെല്ലാം ഇതിൽ കാണിക്കുന്ന പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജിൽ പറയുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? അതായത് ട്രെയിനർ ഷുഡ് ക്ലിയർലി ടെൽ, കൃത്യമായിട്ട് പറയുക, ഷോ കാണിക്കുക, ഇലിസ്ട്രേറ്റ് ചിത്രീകരിച്ച് കാണിക്കുക, and question in order to put over the new knowledge and operation. The learner should be told of the series of the entire job. അങ്ങനെ അവരെന്ത് ചെയ്യണം, മൊത്തത്തിൽ ജോബിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ലേൺ ചെയ്ത് പഠിച്ചു വെക്കണം. എന്താണത്?
അത് ഒന്നില്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ എന്താ പറയാ മെമ്മറിയിൽ കീപ്പ് ചെയ്യാനായിട്ടോ ഓർത്ത് വരച്ചോ അല്ലെങ്കിൽ ചിത്രീകരണത്തിലൂടെയോ അല്ലെങ്കിൽ കാണിച്ചോ ചിലപ്പോൾ വീഡിയോ കൂടെ ഒക്കെ ആയിരിക്കും നമ്മൾ ഈ സ്റ്റെപ്പുകളെല്ലാം നമ്മൾ ക്യാച്ച് ചെയ്ത് വെക്കുന്നത്. ഇന്ന ചെയ്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാണ് അടുത്ത സ്റ്റെപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വീഡിയോ കൂടിയാണ് ഷോ കണ്ടാണ് മനസ്സിലാക്കുന്നത്. then ഇലിസ്ട്രേറ്റ് ചിലപ്പോൾ ചിത്രീകരണത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഇത് ഇങ്ങനെ ഒക്കെയാണ്. അപ്പൊ നമ്മളും ഇങ്ങനെയാ നമ്മൾ എന്താ പറയാ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ചിത്രം ബേസ് ചെയ്തിട്ടായിരിക്കും വരച്ചാണെങ്കിൽ കാണിക്കുക, ചിലപ്പോൾ നമ്മൾ സംസാരിച്ച് കോൺവെർസേഷൻ വഴിയായിരിക്കും നമ്മൾ ചില കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്യുന്നത്. അങ്ങനെ അത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചാണ്, ആ ഒരു അപ്പോഴത്തെ ആ ഒരു ഇടപെടുന്ന രീതി അനുസരിച്ചിട്ടാണ്. എങ്ങനെയായാലും എന്താ സംഭവം ഒരു ജോബുമായി ബന്ധപ്പെട്ട ആ കാൻഡിഡേറ്റ് എന്തായാലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഏത് ഈ ട്രെയിനിങ് പീരീഡ് പ്രോസസ്സിലൂടെയാണ് ആ കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് പെർഫോമൻസ് ട്രയൽ നോക്കാം. അണ്ടർ ദിസ് ദ ട്രെയിനി ഈസ് ആസ്ക്ഡ് ടു ലുക്ക് ത്രൂ ദ ജോബ് സെവറൽ ടൈംസ് സ്ലോലി. എന്താ പറയുന്നത്? സെവറൽ ടൈംസ് സ്ലോലി ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത്. ട്രെയിനി ആസ്ക്ഡ് ടു ലുക്ക് ത്രൂ ദ ജോബ് സെവറൽ ടൈംസ് സ്ലോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജോബിനെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് നിരീക്ഷിക്കും, എങ്ങനെ ചെയ്യേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് പഠിച്ചു പോയിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ അവരെ ചോദിച്ചറിഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയുക ഷോയിലൂടെ കണ്ടറിഞ്ഞ് ചിത്രീകരിച്ചറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് ഇത് സ്ലോലി ക്യാച്ച് ചെയ്യും. അതിന് എക്സ്പ്ലെയിൻ ഹിം ഈച്ച് സ്റ്റെപ്പ്. അതിനുശേഷം ഇത് എക്സ്പ്ലെയിൻ ചെയ്യും. മിസ്റ്റേക്ക് ഷുഡ് ബി കറക്റ്റഡ്. Then the trainee is advised to do the job step by step, building up skill and speed. അല്ലെ? ഇതൊക്കെ സാധാരണ നമുക്കൊക്കെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് കൃത്യമായിട്ട് സാധാരണ രീതിയിൽ ഇത് അറിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ പറയുക ഡിസ്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അഡ്വൈസ് അവരുടെ എംപ്ലോയറുടെ ഉപദേശങ്ങളൊക്കെ കേട്ടിയിട്ട് അത് തെറ്റൊക്കെ തിരുത്താം. പിന്നെ ഈ സ്റ്റെപ്പിൽ നിന്ന് എല്ലാം പഠിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ആ ജോബ് അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല്, നമ്മുടെ കഴിവ് അല്ലെങ്കിൽ എന്താ പറയുക സ്പീഡിൽ ചെയ്യാനുള്ള കഴിവൊക്കെ നമ്മൾ നേടിയെടുക്കും. ഇതാണ് പെർഫോമൻസ് ട്രൈ എന്ന് പറയുന്നത്. പെർഫോമൻസ് ട്രൈ എന്ന് പറഞ്ഞാൽ ആദ്യം പഠിക്കുക, നെക്സ്റ്റ് നമ്മൾ അതിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക, പിന്നെ നമ്മൾ ആ അഡ്വൈസുകളെല്ലാം കേൾക്കും, ഉപദേശങ്ങളെല്ലാം ആരായ അതിൽ നിന്ന് തെറ്റുകളൊക്കെ തിരുത്താം. കറക്റ്റഡ് എന്ന് പറയാനുണ്ടോ? മിസ്റ്റേക്ക് ഷുഡ് ബി കറക്റ്റഡ്. Then the trainee is advised to do the job step by step. അതിനുശേഷം ട്രെയിൻ എന്ത് ചെയ്യുക, ഈ ഉപദേശങ്ങളെല്ലാം കേട്ടിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് ബിൽഡിങ് അപ്പ് സ്കിൽ ആൻഡ് സ്പീഡ്. നമ്മുടെ സ്കില്ല്, നമ്മുടെ കഴിവ് സ്പീഡിൽ നേടിയെടുക്കാനുള്ള കഴിവ് വർദ്ധിപ്പിച്ചെടുക്കും. ഓക്കെ, ദെൻ ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദ പ്രോഗ്രാം. ഫോളോ അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ഒരു നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫോളോ അപ്പ്. ചിലപ്പോ ഈ എംപ്ലോയറിനൊന്നും എപ്പോഴും വന്ന് ഒരുപാട് എംപ്ലോയീസ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കമ്പനികൾ പല സ്ഥലങ്ങളിലും അവർ ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ടോ, സ്ഥാപിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ പറയാ, അവർ വീക്കിലി ഒക്കെ ആയിരിക്കും നമ്മളിൽ നിന്ന് ട്രെയിനിങ് പീരീഡ് തരുമ്പോ കളക്ട് ചെയ്യാൻ വരുക എന്തെങ്കിലും കാര്യങ്ങളാണ്. അപ്പൊ അവർ ആ ഫോളോ അപ്പ് നമ്മളിൽ നിന്ന് എടുത്തിട്ട് ഫോളോ അപ്പ് ആൻഡ് എവാലുവേഷൻ ഓഫ് ദ പ്രോഗ്രാം വിത്ത് എ വ്യൂ to testing the effectiveness of a training efforts that this step is undertaken. ഇതിൽ നിന്നും അതാണ് അവർ അണ്ടർടേക്കൻ ചെയ്യുന്നത്, അതായത് നേടിയെടുക്കുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫോളോ അപ്പ് എടുത്ത് അത് ഇവാലുവേറ്റ് ചെയ്ത് അതിൽ നിന്നും എഫക്റ്റീവായിട്ടുള്ള പറഞ്ഞാൽ കാര്യക്ഷമമായ എഫേർട്ട്, നമ്മുടെ കാര്യക്ഷമമായ പ്രവർത്തനം. എഫേർട്ട് എന്ന് വെച്ചാൽ ആ പ്രവർത്തനങ്ങളെല്ലാം അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എടുത്തിട്ട് കൃത്യതയോടുകൂടിയിട്ട് എന്തെങ്കിലും പറഞ്ഞ അഡ്വൈസ് ഒക്കെ സ്വീകരിച്ച് നമ്മൾ കൂടുതൽ എഫിഷ്യന്റോടുകൂടി വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ഫോളോ അപ്പ് എവാലുവേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്റ്റെപ്സ് ദാറ്റ് ഇൻക്ലൂഡ് ട്രെയിനിങ് പ്രോഗ്രാംസ്, അതായത് ട്രെയിനിങ് പ്രോഗ്രാമിന് തരുന്ന സ്റ്റെപ്സുകളാണ് നമ്മളിപ്പോ കണ്ടത്. നിങ്ങൾ ഞാൻ കുറെ നേരം കണ്ടിന്യൂ ചെയ്ത് പറയിപ്പിക്കണില്ല, നിങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിപ്പിച്ചു. എനിക്ക് തന്നെ തോന്നുന്നു നിങ്ങൾ ഇങ്ങനെ ഒരുപാട് കേട്ടുപോയി ഇതെല്ലാം തലയിൽ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റൂ എന്നൊക്കെ ഒരു പേടി തോന്നുന്നുണ്ടാ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എടുത്ത് നോക്കിക്കോ, നമ്മൾ എന്തെടുത്ത ഭാഗങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടോ. ഞങ്ങൾക്ക് പെട്ടെന്ന് ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ ക്യാച്ച് ചെയ്ത് പോണതാണ് എനിക്കിഷ്ടം. കാരണം വീണ്ടും നിങ്ങൾ ഇതിന് വേണ്ടി കുറെ സമയം ചെലവഴിക്കണ്ടേ. അപ്പോ ആ വേർഡ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കും. എന്താ പറയാ, ഇന്റർവ്യൂവിന്റെ വേർഡ്സുകള്, പിന്നെ പ്രൊമോഷൻ,
ആ സംഭവങ്ങളെങ്കിലും നിങ്ങൾ ക്യാച്ച് ചെയ്ത് വെക്കുക. എന്താണ് പെട്ടെന്ന് തന്നെ മീനിങ് എന്ന് ക്യാച്ച് ചെയ്ത് വെക്കുക. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഇത് ഇപ്പൊ തന്നെ അങ്ങോട്ട് ക്യാച്ച് ചെയ്ത് പോവാനാണ് കേട്ടോ. ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ എന്താണെന്ന് ഞാൻ പറഞ്ഞു. പലതരത്തിലുള്ള ടൈപ്സ് ഓഫ് ഇന്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞു. അതില് എന്താ പറയുക, പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, നോൺ ഡയറക്റ്റീവ് ഫ്രീസ് ഇന്റർവ്യൂ ഉണ്ട്, ഡെപ്ത് ആഴത്തിലുമായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, ദെൻ പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ ഉണ്ട്. കുറെ വ്യക്തികൾ വന്നുകൊണ്ട് ഇന്റർവ്യൂ ചെയ്തത്, സ്ട്രെസ് തന്നിട്ടുള്ള ഇന്റർവ്യൂ. അതാണ് നമ്മൾ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂവിൽ പഠിച്ചത്. പ്രൊമോഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രൊമോഷനൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് ഇത്തിരി കൂടി പൈസ കൂട്ടിത്തരും, അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി സ്റ്റാറ്റസ് കൂട്ടിത്തരും. അതെല്ലാം നമ്മുടെ വർക്കിന്റെ ബേസ് ചെയ്തായിട്ടായിരിക്കും. ഡിമോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എഫിഷ്യന്റ് അല്ലാതെ വർക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും റെസ്പോൺസിബിലിറ്റി, നമ്മൾ ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി, ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. സെയിം സാലറി, സെയിം സ്റ്റാറ്റസ് ഒക്കെയാണ് അവിടെ കീപ്പ് ചെയ്യുന്നത്. പക്ഷേ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ട്രാൻസ്ഫർ നടക്കും. അങ്ങനെ ചിലപ്പോഴൊക്കെ നമ്മളുടെ പ്രൊമോഷന്റെ ഒപ്പം ട്രാൻസ്ഫർ നടക്കാം. പക്ഷെ ഇങ്ങനത്തെയുള്ള ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇച്ചിരി കൂടി കൂടുതൽ എന്താ പറയുന്ന ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ട്, ആ ഒരു അറ്റ്മോസ്ഫിയർ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അത് കുറച്ച് ഹെൽപ്പ് ആകും. പിന്നെ സെപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയിൽ നിന്ന് വിട്ടുപോകാനുള്ള ചാൻസുകൾ, അത് ചിലപ്പോഴൊക്കെ നമ്മളുടെ തന്നെ കാര്യങ്ങൾ കൊണ്ടായിട്ട്, അത് കാൻഡിഡേറ്റ്സിന്റെ അല്ലെങ്കിൽ എംപ്ലോയിയുടെ ആ വർക്കേഴ്സിന്റെ ഇതുകൊണ്ട് തന്നെ, കാൻഡിഡേറ്റ് എന്ന വർക്കേഴ്സിന്റെ അവരുടെ കാര്യങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പോൾ റിസൈൻ ചെയ്ത് പോകേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ സംഭവം, എംപ്ലോയറിന്റെ ചിലപ്പോൾ മസ്റ്റ് ആയിട്ട് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അവരുടെ ഒരു ഇത് കൊണ്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ എന്താ പറയാ, നമ്മളുടെ ഫിനാൻഷ്യലുള്ള കൈകാര്യങ്ങള് അല്ലെങ്കിൽ കൃത്യസമയത്ത് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതെല്ലാം എന്താ പറയുക, ഈ കമ്പനിയിൽ നിന്നെല്ലാം വിട്ടുപോകേണ്ടതായിട്ടൊക്കെ വരും. നെക്സ്റ്റ്, എംപ്ലോയീസ് ട്രെയിനിങ്. നമുക്ക് അവര് തൊഴിലാളികൾക്ക് കിട്ടുന്ന ഒരു ട്രെയിനിങ് പീരീഡ്, അതെന്താണ്, അത് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്താ പറയുന്നത്, നമ്മുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനോട് ആ ജോലിയോട് താല്പര്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു സംഭവമാണ് എന്താ എംപ്ലോയീസ് ട്രെയിനിങ്. ആ ട്രെയിനിങ് എന്ന് പറയുന്നത് ഡിഫറെന്റ് സ്റ്റെപ്സിലൂടെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെന്താ പറയുന്നത്, ടു ഡിസ്കവർ. അതില് ലാസ്റ്റ് പറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ കുറെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ മടുത്താ. പക്ഷെ അതോടെ ഞാൻ റിവൈസ് ചെയ്ത് പറയണോ, സ്റ്റെപ്സ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്കവർ, ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ്, അതിന്റെയൊക്കെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കുക. തന്നെ റെഡി ഫോർ ദ ജോബ് എടുക്കാൻ, ആ തൊഴില് നേടാനായിട്ടുള്ള ഒരു നമ്മുടെ ആവശ്യകത, ആ ട്രെയിനിങ് ആണ്. നമുക്ക് അത് നേടാനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ടീച്ചിങ് പവർ അവർ തരുന്നതാണ്. ഒരാളുടെ ഒരു ബാക്കിലൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയാലാണല്ലോ നമുക്ക് ഇത്രയും കൂടുതൽ ഏബിൾ ആയിട്ട് അല്ലെങ്കിൽ ഇത്ര ടൈമിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ തരുന്നതാണ്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ, നമുക്ക് പഠിക്കുന്ന നേടിയെടുക്കേണ്ട കാര്യമാണ് നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇന്ന തൊഴിലിനെ എന്തൊക്കെ നേടണം, അത് പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ നോളജ് എല്ലാം പല രീതിയിലൂടെ പ്രസന്റ് ചെയ്തിട്ട് നമുക്കത് ലേണിംഗ്, നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ജോലി കൂടുതൽ കാര്യക്ഷമതയോടെ ചെയ്യാൻ സാധിക്കും. പെർഫോമൻസ് ട്രൈ ഔട്ട്, നമ്മൾ കൂടുതൽ സ്റ്റെപ്പ് ആയിട്ട് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ തന്നെ അവർ പറയുന്ന കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് എന്താ പറയുക, എംപ്ലോയർമാരുടെ അഡ്വൈസ് ഒക്കെ സ്വീകരിച്ച്, ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് കൂടുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നമ്മുടെ കഴിവ് നേടിയെടുക്കാനായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. വിതിൻ ടൈമാണ് ഇപ്പോഴത്തെ കാലത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്ര സമയത്തിനുള്ള ഇത്രയും കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് ചെയ്യണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ട്രൈ ചെയ്യുക, നമ്മൾ കൂടുതൽ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുക, എന്നിട്ട് കൂടുതൽ എഫർട്ടോടുകൂടി വർക്ക് ചെയ്യുക. ദെൻ ഫോളോ അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചിലപ്പോ എംപ്ലോയീസ് ഈ രീതിയിലൂടെ ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അതായത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫോളോ അപ്പ് എടുത്ത് നമ്മുടെ എവാലുവേഷന് നമ്മുടെ കാര്യങ്ങളെല്ലാം എവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ തൊഴിലേൽപ്പിക്കും. അപ്പൊ ആ ട്രെയിനിങ് പീരീഡ് സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുമ്പോൾ നമുക്ക് ആ തൊഴിൽ ഏൽപ്പിക്കും. അങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് കിട്ടുന്നത്. നമ്മൾക്ക് അറിയില്ല നമ്മൾ ഏത് രീതിയിലുള്ള
ഇന്റർവ്യൂസും ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ അഭിമുഖീകരിച്ച് പോകേണ്ടി വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക, ഇതെല്ലാം പഠിക്കുന്നതിനൊപ്പം മനസ്സിലാക്കി വെക്കുക, ദെൻ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചും വെക്കുക. അപ്പൊ അത് എല്ലാവരുടെ ജീവിതത്തിലും കൂടി ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ അടുത്ത സ്റ്റെപ്പ് പറയാനുള്ള ടൈം എന്ന് പറയുന്നില്ല, അതായത് ട്രെയിനിങ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ആണ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലെ. നോക്കിയേ നിങ്ങൾക്ക് ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടോ? ചോദിച്ചോളൂ. ഹലോ, നെക്സ്റ്റ് അവർ ഉണ്ടോ? നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടോ? നിങ്ങള് കഴിഞ്ഞ ടൈമിൽ പറയുന്നുണ്ടായിരുന്ന ക്ലാസ്സിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം കേട്ടോ. ടീച്ചർ വന്നിട്ട് നിങ്ങൾ ആരോ മിസ്സിംഗ് ആയിരുന്നു എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോ നിങ്ങൾ എഴുന്നേറ്റ് പോകരുത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എന്താ പറയുന്നത് അറ്റൻഡ് ആയിരിക്കണം. ടീച്ചേഴ്സിന് എന്താ പറയാ, നിങ്ങളുടെ റെസ്പോൺസിബിൾ ആണ് ഞങ്ങൾക്കുള്ള ഒരു ക്ലാസ് എടുക്കാനുള്ള ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പൊ ക്ലാസ്സിൽ നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ പരമാവധി നിങ്ങൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ. ചെറിയ ബ്രേക്ക് ഒക്കെ എന്തായാലും ഒരു ചെറിയ ബ്രേക്ക് വരുള്ളൂ. ആ ബ്രേക്കിനുള്ളിൽ വീണ്ടും നിങ്ങൾ ക്ലാസ് കറക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ശ്രമിക്കണം. എന്താ പറയാ, ഇതിൽ ഇറങ്ങി പോകരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ടീച്ചർ പറയുന്നുണ്ടായിരുന്നു, ഞാൻ വന്നിറങ്ങിയപ്പോയതിനു ശേഷം പിന്നെ കുട്ടികൾ അങ്ങനെ പ്രസന്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അതൊന്ന് ടീച്ചർ ഒന്ന് നോട്ട് ചെയ്ത് പറയണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഇങ്ങനെയാ നിങ്ങൾക്ക് കണ്ടിന്യൂവേഷൻ ക്ലാസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് നാളായില്ലേ നിങ്ങളിത് ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും ജോബൊക്കെ നോക്കണവരായിരിക്കും. അപ്പൊ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾക്ക് തന്നെ അഭിമുഖീകരിക്കുന്നതും നമ്മൾ അറിയുന്നതുമായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്തിരി സ്പീഡിൽ പോണത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാനും ചെറിയൊരു ടൈം കിട്ടും. ഓക്കെ, വേറെ ഒന്നും ചോദിക്കാനില്ലല്ലോ? ഇല്ല. അപ്പൊ നിങ്ങള് നെക്സ്റ്റ് മിസ് വരണ ആ ഒരു ചെറിയ ഗ്യാപ്പ്, നിങ്ങൾ ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കുക. പക്ഷെ ഇതിൽ നിന്ന് ഇറങ്ങി പോവാതിരിക്കാൻ ശ്രമിക്കുക. എന്നാലേ മിസ്സിന് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ഒരു 2 മിനിറ്റ് നേരത്തെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ നെക്സ്റ്റ് മിസ് വരുമ്പോഴേക്കും എന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് കയറണമല്ലോ. എന്നോടൊപ്പം തുടക്കം അതിന്റെ എന്താ പറയുക, ഞാൻ ഇറങ്ങുന്നതിനൊപ്പം തന്നെ മിസ് കയറിയതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാനൊരു ചെറിയൊരു ഗ്യാപ്പ് തന്നേക്കാം, 2 മിനിറ്റ് ഗ്യാപ്പ്. എന്നിട്ട്